ബ്രിട്ടനുമായി ഇന്ത്യ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കുമെന്ന് പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ. നാളിതുവരെ നടത്തിയിട്ടുള്ള വ്യാപാര കരാറുകളെക്കുറിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റ് കൂടി നടത്തണമെന്നും അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു. ബ്രിട്ടനുമായി ഇന്ത്യ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് വൻ നേട്ടമുണ്ടാകും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഈ കാലഘട്ടങ്ങളിൽ നാളിതുവരെ ഇന്ത്യ ഒപ്പിട്ടിരിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാറുകളെക്കുറിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റൂടെ നടത്തണം എന്നുള്ളതാണ് ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ആസിയാൻ കരാർ നമുക്ക് അതിൻ്റെ എഫക്റ്റ് വന്നതിന് ശേഷം 10 കൊല്ലം കഴിഞ്ഞപ്പം അതിൻ്റെ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ വിലയിരുത്തി ഒരു പുനർചിന്തനം നടത്തണമെന്ന അഭിപ്രായമുള്ള ഈ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ബ്രിട്ടനുമായിട്ടും എഗ്രിമെൻ്റ് ഒപ്പിട്ടിരിക്കുന്നത്. ഈ ബ്രിട്ടനുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ വെച്ച് അതിൻ്റെ ഏറ്റവും ഗുണമേറിയ വശം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് അല്ലെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ ചെന്ന് പഠിക്കുന്നതിനേക്കാൾ ഏതാണ്ട് ഒരു 4/1 ചെലവിൽ ലോകത്തെ 500 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൽ ആ റാങ്കിങ്ങിൽ പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയിൽ പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഏതാണ്ട് 15ഓളം യൂണിവേഴ്സിറ്റികൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ അപേക്ഷ കൊടുത്ത് അംഗീകാരത്തിനായിട്ട് നിൽക്കുന്നതിൽ 6 എണ്ണവും UK യിൽ നിന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന യൂണിവേഴ്സിറ്റികളിൽ ഉന്നത വിദ്യാഭ്യാസം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ പഠന ചെലവിൽ അത് സാധ്യമാകും എന്നുള്ളത് ഈ വ്യാപാര കരാറ് കൊണ്ട് വിദ്യാർത്ഥി ലോകത്തിനുണ്ടാകുന്ന ഒരു നേട്ടമായിട്ട് പറയാം.